ഓ സെബാൻ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ആ ഗേൾ ഫ്രണ്ടായിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ മുന്നത്തെ എക്സ് ഗേൾ ഫ്രണ്ടുമായിട്ട് സെബാൻ പാച്ചപ്പ് ആവും. എന്താന്ന് വെച്ചാൽ മുന്നേ എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലായിരുന്നു. ഉണ്ടെന്ന് വിചാരിക്കും. തിങ്ക് ചെയ്യണം. വിചാരിച്ചു. അപ്പോ എക്സ് ഗേൾ ഫ്രണ്ടായിട്ട് പാച്ചപ്പ് ആവോ? ഞാനാവൂന്നില്ല. മോശമല്ലേ? പക്ഷെ മോശമാണെന്ന് അറിയാലോ. പക്ഷേ കാര്യം പറയാ, എന്താ കാര്യം എന്ന് വെച്ചാ നമ്മുടെ ചിമ്പു ഹൻസികയും റിലേഷൻഷിപ്പിലായിരുന്നല്ലോ. എന്നിട്ട് വേർപിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പത്രക്കുറിപ്പൊക്കെ ഇറക്കി ആകെ ആലങ്കോലൊക്കെ പാവം കൊച്ചിനെ പറ്റിച്ചു പാവം. എന്നിട്ട് ഇപ്പൊ ചിമ്പു ആരുടെ കൂടെ കൂടിയിരിക്കുന്നതെന്ന് അറിയോ? പഴയ കാമുകി എന്ന് പറയുമ്പോ മയൻസ് തന്നെ. അല്ല സത്യത്തിൽ ഒരു സെക്കൻഡ് മ്യൂട്ട് ചെയ്യണോ? സത്യത്തിൽ ചിമ്പുവിന് ഒരു പണിയില്ല. അറിയാൻ പറ്റാത്ത ചോദിക്കാണ്. എന്നാ പിന്നെ നയൻസിനെ അങ്ങോട്ട് പ്രേമിച്ച പറയായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് പാവം ഹൻസിയെ പറ്റിച്ചു. തൃശ്ശേന്റെ പിറന്നാളിന് രണ്ടുപേരും കൂടി തമ്മിലുള്ള അതൊരു സംഭവമാണ് അല്ലേ? ഞങ്ങൾ നേരത്തെ പറഞ്ഞു തൃശ്ശേന്റെ ഒരു പിറന്നാളിന്റെ കാര്യം ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. എന്തായാലും തൃശ്ശേന്റെ പിറന്നാളിന് നമ്മുടെ നയൻസും ചിമ്പുവും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചിമ്പു പുറത്ത് വിട്ടിരിക്കുകയാണ്. എന്തായാലും ഇതൊക്കെ കണ്ട്, പക്ഷെ വേറെ കാര്യമുണ്ട്. 8 വർഷത്തിന് ശേഷം രണ്ടുപേരും ഒരുമിച്ച് ഒരു മൂവി ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് നമ്മ ആൾ നയൻസും ചിമ്പുവും കൂടെ ചേർന്നിട്ട് മൂവി ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ മൂവിയുടെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് നമ്മുടെ ചിമ്പു ബ്രേക്കപ്പ് ചെയ്തത്. ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞ് എനിക്ക് ഇവളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മോശമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇനി ഈ നയൻസിന് പുറകെ കൂടി പറയിപ്പിച്ചാണെങ്കിലും അതുകൊണ്ടെന്ന് പറഞ്ഞൊരു കാര്യം. പക്ഷെ നയൻസുമായിട്ട് ഷൂട്ട് നടക്കുന്ന സമയത്താണ് ചിമ്പു പോയി ഹൻസികനെ വേണ്ടെന്ന് പറഞ്ഞത്. നയൻസും ചിമ്പുവും കൂടി ചിമ്പുവിന് പണ്ടത്തെ ഫീലിങ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്. പ്രേമിച്ച് പരിചയമുള്ള ആൾക്കാർ ഇതുപോലൊക്കെ പറയും. അപ്പൊ എന്തായാലും സംഭവം സത്യമാണ്. ചിമ്പുവും നമ്മുടെ നയൻതാരയും തമ്മിൽ ചേർന്നു. ഹൻസിക പുറത്തായി. അതെ, ഒരു സെക്കൻഡ് ഞാൻ ഒരു കാര്യം പറയാം. എന്റെ സ്റ്റാറ്റസ് സിംഗിൾ ആണ്. എന്താണ്? അല്ല, എന്റെ സ്റ്റാറ്റസ് സിംഗിൾ ആണെന്ന് പ്രേമിച്ച് പരിചയമുള്ളതെന്നൊക്കെ പറഞ്ഞു. ഇത് എന്തിനാ പറഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളില് നോക്കാം എന്നുള്ള ലെവലിലാണ് പറഞ്ഞത്. ആരും നോക്കണ്ട. അപ്പോൾ എന്തായാലും ഈ പ്രണയവും പരാജയവും ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഇവരുടെ ഒരു സോങ് ആണല്ലോ. നല്ല സൂപ്പർ കിടിലൻ സോങ്. വിഷമിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഇടിപൊട്ടി സോങ് ആയിട്ട് പെട്ടെന്ന് തിരിച്ചു തരാം. ഓക്കെ. സൂര്യ, നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. എന്നെ കുറിച്ച് കുറ്റം പറയാനാവും. എങ്ങനെ മനസ്സിലായി? നമ്മുടെ സൂര്യയുടെ പ്രണയബന്ധം SMS-ലൂടെ തകർന്നു. എന്റെ പ്രണയബന്ധം SMS-ലൂടെ തകരില്ല, കാരണം എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ. ഓക്കെ, എന്തായാലും ഇപ്പം ഒരു പ്രശ്നം വന്നിരിക്കുന്നത് വെച്ചാല് നമ്മുടെ ബോളിവുഡില് എന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ഒരു താരബന്ധം കൂടെ തകർന്നു. ഇല്ല, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനിടയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കാണും അല്ലേ? കേട്ടിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു SMS കാണും, ഫോൺ ഓപ്പൺ ചെയ്യും, കാമുകി ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതേ കിടക്കുന്ന സംസാരം. അതെ, സംഭവം SMS പ്രശ്നങ്ങൾ ഗുരുതരം ഇങ്ങനെ സംഭവിക്കാറുണ്ട്. സംഭവിച്ച ഒരുപാട് പേരുണ്ട്. അതുപോലെ ഒരാൾക്കും കൂടി സംഭവിച്ചു. ആർക്കാണെന്നില്ലേ? നമ്മുടെ വിദ്യുത് ചംവാളിന്, അതുപോലെ തന്നെ മോണ സിംഗ് ഇവര് തമ്മിൽ ഭയങ്കര റിലേഷൻഷിപ്പ് ആയിരുന്നു. 2 വർഷമായിട്ട് ഇവര് തമ്മിൽ പ്രശ്നങ്ങളായിരുന്നു. കാരണം മോണ സിംഗിന്റെ ക്ലിപ്സ് ഒക്കെ ലീക്ക് ഔട്ട് അല്ലടാ, കുറെ SMS ലീക്ക് ഔട്ട് ആയി. പുള്ളിക്കാരത്തിന് കുറെ SMS ലീക്ക് ഔട്ട് ആയിരുന്നു. MMS ആണോ? MMS. എന്തായാലും സംഭവം ലീക്ക് ഔട്ട് ആയി. എന്താണ് പ്രശ്നങ്ങളൊക്കെ ആയി നിന്നെങ്കിലും അവർ പിന്നെയും ഒന്നിച്ചു. പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ഒതുക്കി. ഇനി ഞാൻ മേലിൽ ആവർത്തിക്കില്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഒതുക്കി. പക്ഷെ പിന്നെയും പ്രശ്നങ്ങളായി. എന്തായാലും എന്താണ് ഇവര് തമ്മിൽ വേർപിരിഞ്ഞു. ഈ MMS-ലൂടെ സംഭവം വേർപിരിഞ്ഞിട്ടുണ്ട് എന്തായാലും. പക്ഷെ ഒരു കാര്യം അറിയോ, ഇതിനകത്തൊക്കെ ഇടപെടാൻ നമ്മുടെ നായകന് പറ്റാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നായകൻ ഫിലിമിൽ ബിസി ആയി പോയി. ബിസി ലൈഫ് അല്ലേ, അതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ പ്രശ്നം പണ്ടേ നായകനൊക്കെ മനസ്സിലാക്കണമായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പെണ്ണിന്റെ വേദനയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും സംഭവം അതൊന്ന് പാച്ചപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് നായകന് പറ്റാതെ പോയത് ബിസി കൊണ്ടാണ്. എന്തായാലും സംഭവം വേർപിരിഞ്ഞു. ഈ വേർപിരിഞ്ഞ സമയത്ത് നമുക്ക് ഈ ഗോസിപ്പ് വേണ്ടി ചെയ്തോളൂ. ഇപ്പൊ
ഞാൻ റാമ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. എന്താ വിചാരിച്ചു? അതെ, അത്ര വേണ്ട, കുറച്ച് വിചാരിക്കും. ഞാൻ ഭയങ്കര ഹൈ ഹീൽസ് ഒക്കെ ഇട്ട് റാമ്പിലൂടെ നടക്കുവാണെന്ന് വിചാരിക്കും. കൂടുതലൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്ന കേട്ടാ വിചാരിച്ചല്ലോ. അങ്ങനെ നടക്കുമ്പോ പെട്ടെന്ന് ഞാൻ അങ്ങ് വീണു. എന്താ ചെയ്യും? അതുകൊണ്ട് ഞാൻ വീണിട്ടില്ല. എന്തായാലും വീണത് വേറെ ആരുമല്ല. ആരാണ്? പൂനം ദില്ലൻ. ഈ ഹീൽ ഇപ്പൊ അറിയാലോ, സാധാരണ പെൺകുട്ടികൾ ഇടുന്ന ഈ ഹീലുള്ള ചപ്പലൊക്കെ ഇട്ട് റാമ്പിൽ നടന്നതാ. നടക്കുമ്പോ സാരി ചെരുപ്പും കൂടി തമ്മിൽ ഉടക്കി ഇതേ കിടക്കുന്നു. വാഴയൊക്കെ വെട്ടിട്ടെന്ന് പറഞ്ഞിട്ടില്ല, ഇതേ കിടക്കുന്നു. എന്തൊന്നും എന്ന് അടി വെച്ചാൽ പക്ഷെ വീണെന്ന് വിചാരിച്ചിട്ട് വീണ് കഴിഞ്ഞപ്പോ ഉടനെ തന്നെ എണീറ്റ് പിന്നെ നടന്നു. ഇപ്പൊ നമ്മുടെ സൂര്യാണ് വീണിരുന്നെങ്കിൽ ഈ കരച്ചിൽ പക്ഷെ എന്തായാലും സംഭവം പുള്ളിക്കാരത്തി നാണം കെടുത്തില്ല. വീണ പാടെ ചാടി എണീറ്റ് ആദ്യ സ്പീഡിൽ പോലെ നടന്നു. ആരെ നാണം കെടുത്താൻ വേണ്ടി പുള്ളിക്കാരത്തി ഒരുങ്ങിയില്ല അല്ലേ? ഭയങ്കര ഇതാണ്, ഗട്സാണ് അല്ലേ? കാരണം ഇപ്പൊ ഞാനായപ്പോലും ഒന്ന് അടിച്ച് വീണ് കഴിഞ്ഞാല്, കാരണം ഒന്ന് വിചാരിക്കണം, ഈ ഹീലിന്റെ പുറത്തുനിന്നാണ് വീഴുന്നത്. വീണ് കഴിഞ്ഞിട്ട് നല്ല ചമ്മലുണ്ടെങ്കിൽ പോലും, ഞാനാണെങ്കിൽ പോലും ഒന്നും സങ്കടപ്പെടും, ഒന്ന് ചമ്മും ശരിക്കും അല്ലേ? അല്ലേ? എന്തായാലും പുള്ളിക്കാരത്തി ചമ്മാതെ എണീറ്റ് ഒറ്റ നടന്നു. വേറെ കാര്യം എന്താണെന്ന് അറിയോ? വീണ പറ എല്ലാരും കൈകൊട്ടി ചിരിച്ചു. പിന്നെ ചിരിക്കാതിരിക്കും. ഒരു ചൊല്ലുണ്ടല്ലോ, എന്താ ചത്താ കരയാത്തവനും വീണ ചിരിക്കാത്തവനും എന്തോ അല്ല എന്ന് പറയുന്ന ഒരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഗോസിപ്പ് ഇവിടെ ഒരു പാട്ട് കണ്ടേ? ആ ശരി, ഒരു പാട്ട് കണ്ടിട്ട് ഗോസിപ്പ് വൈൻഡപ്പ് ചെയ്തിട്ട് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാനാ ഉദ്ദേശിച്ചത്. എന്തായാലും നമുക്കൊരു അടിപൊളി പാട്ട് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ആഴ്ചത്തെ ഗോസിപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ആക്ഷൻ സോങ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാണ്. അടുത്ത ഈ വരുന്ന 30-ന് എൻ്റെ പടം റിലീസാണ്. പിയാനിസ്റ്റ്, പേര് മറക്കണ്ട. എല്ലാവരും ഫസ്റ്റ് ഷോയ്ക്ക് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാനുണ്ടാവും കൂടുതൽ. അപ്പം നമുക്ക് പിയാനിസ്റ്റ് വെച്ച് കാണാം അല്ലേ? അപ്പം ഇത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നമുക്ക് ടാറ്റ പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച കാണുന്നത് വരെ ടാറ്റ.